ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ബലിയർപ്പണ സമയത്ത് കർത്താവ് നൽകിയ ഒരു പ്രവചനം, അത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനാണ് ഈ നിമിഷം ഞാൻ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ എന്താണ് ലഭിക്കുക എന്ന് പലരും ചോദിക്കുന്നു. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് പലരും കളിയാക്കിയിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരമായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനം കർത്താവ് കാണിച്ചു തരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ ദിവസം പലരുടെയും ബന്ധനങ്ങൾ, പലരുടെയും അടിമത്തം കർത്താവ് പൊട്ടിച്ചെറിയുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്നത്തെ ദിവസം പലരുടെയും അടഞ്ഞുകിടക്കുന്ന വാതിലുകളും തുറക്കുമെന്ന് കർത്താവ് പ്രവചിക്കുന്നു. നമുക്ക് ആ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. യാതൊരു പരിഭവവും പരാതികളുമില്ലാതെ ഏത് അവസ്ഥയിലായിരുന്നാലും ഞാൻ എൻ്റെ കർത്താവിന് കീർത്തനം പാടുമെന്ന് ആര് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു, ആര് സന്തോഷത്തോടുകൂടി അവനെ ആരാധിക്കാൻ മുന്നിട്ടിറങ്ങുന്നു, ആ നിമിഷം സ്വർഗീയ പിതാവ് തൻ്റെ ദൂതന്മാരെ അയച്ച് അവനെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിയുമെന്നും ആരുടെ അടിമത്തത്തിലാണോ അവൻ നിൽക്കുന്നത് അവനെ അവിടെ നിന്നും സ്വതന്ത്രമാക്കുമെന്നും കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. നിങ്ങളുടെ മുന്നിൽ എത്ര വാതിലുകൾ കൊട്ടിയടച്ചാലും സർവശക്തനായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം ആ അടഞ്ഞ വാതിലുകളെല്ലാം തുറന്നു കിട്ടും. വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എനിക്കിത് ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവൻ്റെ മകനാണ് മകളാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് നിങ്ങൾ സന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ മുന്നിൽ കീർത്തനം ആലപിക്കുന്നെങ്കിൽ ഇത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു പ്രവചനം പോലെ കർത്താവ് പറയുകയാണ്, ഈ വചനം ശ്രവിക്കുന്ന, ഈ തിരുവചനം കൈകളിലെടുത്ത് വായിക്കുന്ന ഏതൊരു വ്യക്തിയെയും അലട്ടുന്ന എല്ലാ ബന്ധനാവസ്ഥകളും ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ വിട്ടുമാറും. അവൻ്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന ഏത് വാതിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് തുറന്നു കിട്ടും. ഇന്നു മുതൽ അവൻ്റെ ജീവിതം അനുഗ്രഹീതമായിരിക്കും. കർത്താവിൻ്റെ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മുന്നിൽ കീർത്തനം ആലപിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുടങ്ങട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് യാചിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.